സൗരയൂഥത്തിലെ വിചിത്രമായ രൂപങ്ങളുള്ള വസ്തുക്കൾ. മഞ്ഞുമനുഷ്യന്മാരെപ്പോലെ തോന്നുന്നവ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്കിടയിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്താണിതിന്റെ രഹസ്യം? സൗരയൂഥത്തിന്റെ പുറംഭാഗത്തുള്ള ഈ മഞ്ഞുമനുഷ്യന്റെ രൂപത്തിലുള്ള ബഹിരാകാശ വസ്തുക്കൾ അഥവാ കോണ്ടാക്ട് ബൈനറികൾ എങ്ങനെയുണ്ടായി എന്ന് നമുക്ക് നോക്കാം. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ഛിന്നഗ്രഹ വലയത്തിനപ്പുറത്ത് നെപ്റ്റ്യൂണിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന കൈപ്പർ ബെൽറ്റിലാണ് ഈ വിചിത്രമായ രൂപങ്ങൾ കാണപ്പെടുന്നത്. മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഈ രൂപങ്ങൾ ഉണ്ടാകുന്നതിനു പിന്നിലെ ലളിതമായ പ്രക്രിയയ്ക്ക് തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു. സൗരയൂഥത്തിന്റെ തുടക്കത്തിലെ മാറ്റമില്ലാത്ത നിർമ്മാണ വസ്തുക്കളായ പ്ലാനറ്റെസിമലുകളാണ് കൈപ്പർ ബെൽറ്റിൽ കാണപ്പെടുന്നത്. ഇവ ഐസ് നിറഞ്ഞവയാണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും അപ്പുറമുള്ള ഈ കൈപ്പർ ബെൽറ്റ് സൗരയൂഥത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നൽകുന്നു. ഈ പ്ലാനറ്റെസിമലുകൾ പൊടിപടലങ്ങളുടെയും ചെറു ഉരുളകളുടെയും കൂട്ടമാണ്. ഇവ ഗുരുത്വാകർഷണത്താൽ ഒരുമിച്ച് ചേർന്നാണ് ആദ്യത്തെ വലിയ ഗ്രഹവസ്തുക്കളായി രൂപപ്പെടുന്നത്. ഈ കൈപ്പർ ബെൽറ്റിലെ പ്ലാനറ്റെസിമലുകളിൽ ഏകദേശം 10 കോണ്ടാക്ട് ബൈനറികൾ അഥവാ മഞ്ഞുമനുഷ്യന്റെ രൂപത്തിലുള്ളവയാണ്. ഈ അതുല്യമായ രൂപങ്ങൾ എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഗുരുത്വാകർഷണ തകർച്ചയാണ് ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് ഉത്തരമെന്ന് പറയുന്നു. MSUയിലെ ബിരുദ വിദ്യാർത്ഥിയായ ജാക്സൺ ബാൺസ് ഗുരുത്വാകർഷണ തകർച്ചയിലൂടെ ഈ ഇരട്ട ലോബ് രൂപം സ്വാഭാവികമായി പുനഃസൃഷ്ടിക്കുന്ന ആദ്യത്തെ സിമുലേഷൻ തയ്യാറാക്കി. MSUവിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സൈബർ എനേബിൾഡ് റിസർച്ചിന്റെ ഐസർ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ ഉപയോഗിച്ചാണ് ബാൺസിന്റെ സിമുലേഷനുകൾ തയ്യാറാക്കിയത്. ഇത് കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ള അന്തരീക്ഷം നൽകുന്നു. നേരത്തെ കൂട്ടിയിടിക്കുന്ന വസ്തുക്കളെ ദ്രാവക പിണ്ഡങ്ങളായി കണക്കാക്കിയതിനാൽ ഈ രൂപങ്ങൾ ഉണ്ടാകുന്നത് വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ പുതിയ മോഡൽ വസ്തുക്കളുടെ ശക്തി നിലനിർത്താൻ അനുവദിക്കുന്നു. ഈ കോണ്ടാക്ട് ബൈനറികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിച്ചത് നാസയുടെ ന്യൂ ഹൊറൈസൺസ് ബഹിരാകാശ പേടകം നൽകിയ ചിത്രങ്ങളാണ്. 2019 ജനുവരിയിൽ ന്യൂ ഹൊറൈസൺസ് ബഹിരാകാശ പേടകമെടുത്ത ചിത്രങ്ങളാണ് കോണ്ടാക്ട് ബൈനറികളുടെ ആദ്യത്തെ അടുത്ത കാഴ്ച നൽകിയത്. ഈ ചിത്രങ്ങൾ ശാസ്ത്രലോകത്തിന് പുതിയ ഉൾക്കാഴ്ച നൽകി. ഈ ചിത്രങ്ങൾക്ക് ശേഷം നടത്തിയ പഠനങ്ങളിൽ കൈപ്പർ ബെൽറ്റിലെ ഏകദേശം 10% പ്ലാനറ്റെസിമലുകളും കോണ്ടാക്ട് ബൈനറികളാണെന്ന് കണ്ടെത്തി. പ്ലാനറ്റെസിമലുകൾ രൂപപ്പെടുന്ന പ്രക്രിയ വളരെ ലളിതമാണ്. പൊടിപടലങ്ങളും ചെറു ഉരുളകളും ഗുരുത്വാകർഷണത്താൽ ആകർഷിക്കപ്പെട്ട് ഒരുമിച്ച് ചേരുകയാണ്. സൗരയൂഥത്തിന്റെ ആദ്യകാലങ്ങളിൽ ധൂളികളുടെയും വാതകങ്ങളുടെയും ഒരു ഡിസ്കായിരുന്നു ഗാലക്സി. ഈ അവശിഷ്ടങ്ങളാണ് കൈപ്പർ ബെൽറ്റിൽ കാണപ്പെടുന്നത്. ചില സമയങ്ങളിൽ ഈ ധൂളിപടലം കറങ്ങുമ്പോൾ അത് സ്വയം ഉള്ളിലേക്ക് വീഴുകയും വസ്തുവിനെ വേർതിരിക്കുകയും ചെയ്യുന്നു. ഇത് പരസ്പരം ഭ്രമണം ചെയ്യുന്ന 2 പ്ലാനറ്റെസിമലുകൾക്ക് രൂപം നൽകുന്നു. ബാൺസിന്റെ സിമുലേഷനിൽ ഈ വസ്തുക്കളുടെ ഭ്രമണപഥം ചുരുങ്ങുകയും അവ സാവധാനം സമ്പർക്കത്തിൽ വന്ന് ഒന്നായി ചേരുകയും ചെയ്യുന്നു. അതേസമയം അവയുടെ വൃത്താകൃതി നിലനിർത്തുകയും ചെയ്യുന്നു. ജാക്സൺ ബാൺസിന്റെ ഈ മോഡൽ 3 അതിലധികമോ വസ്തുക്കളുള്ള ബൈനറി സിസ്റ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ കണ്ടെത്തലുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.